ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കപ്പയും മത്തിക്കറിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ആദ്യം കപ്പ പുഴുങ്ങാനായിട്ട് 1 കിലോ കപ്പ ഞാനിവിടെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതിന് പകരം ഒരല്പം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇടാവുന്നതാണ്. ഞാനിപ്പം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് 1-2 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കപ്പ എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ആ സമയം കൊണ്ട് നമുക്ക് മത്തി റെഡിയാക്കി എടുക്കാം. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം കടുക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. 1-2 നുള്ള് ഉലുവ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉലുവയുടെ അളവ് കൂടിപ്പോകരുത്, അപ്പോൾ ഒരു കനപ്പരസം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് 3 കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 12-15 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 2-3 പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിനോടൊപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 15 സെക്കൻഡ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 മീഡിയം സൈസ് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1
ഇപ്പോൾ 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ 3 കുടംപുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും അതുപോലെ കുടംപുളിയും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മീനെ അധികം തൊടാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളുടെ ഈ മീൻ ഈ മസാലയിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഈ സമയം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഗ്ലാസ്സിൽ 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് തന്നെ ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ ഒരു വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പ്രഷർ ഞാൻ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് പ്രഷർ കളഞ്ഞില്ലെങ്കിൽ കപ്പയുടെ വേവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രഷർ കളഞ്ഞിട്ട് വേണം കുറച്ച് പ്രഷർ കളഞ്ഞിട്ട് വേണം നമ്മളെപ്പോഴും വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മളുടെ കപ്പ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. പാകത്തിനുള്ള വേവുള്ളൂ, ഒരുപാട് വെന്ത് പോയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അഥവാ സംശയമുണ്ട് ഒരുപാട് വേവ് കൂടി പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കുക്കറിൽ ചെയ്യേണ്ട ആവശ്യമില്ല, പാത്രത്തിൽ ചെയ്താൽ മതി. കുക്കറിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിസിൽ വന്നതിന് ശേഷം കുറച്ച് പ്രഷർ കളഞ്ഞിട്ട് വേണം ഓപ്പൺ ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, പാകത്തിനുള്ള വേവാണ് കപ്പയ്ക്കുള്ളത്. ഇതിൽ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2-2.5 മിനിറ്റോളം ഞാൻ മൂടി വയ്ക്കാതെ വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് 1.5 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലെ ചാറെല്ലാം ഒരല്പം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മൂടി വെച്ചിട്ട് 1.5 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. മീനെല്ലാം നന്നായി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ അളവെല്ലാം കുറഞ്ഞ് കുറച്ച് കട്ടിയുള്ള ചാറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മത്തിക്കറി കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.